ആ വാക്കിന്റെ പ്യോർ സെൻസ് എടുക്കരുത്. ഞാൻ ആദ്യം അത് കേൾപ്പിച്ചുതരാം. എനിക്ക് അതിന്റെ പ്രൊണൗൺസിയേഷൻ കൃത്യമായിട്ട് വരുന്നില്ല എൻ്റെ നാക്കില്. വോയറിസം. ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ, ഗബ്രിയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹോർമോണൽ ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. സോ അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ കാണാനുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു ആക്രാന്തമൊക്കെ തന്നെ. ഹലോ ഗൈസ്, ആൻഡപ്പൻ ടോക്കീസിൽ ആൻഡപ്പനാണ്. ആൻഡ് ദിസ് എപ്പിസോഡ് ഈസ് ഓൾ അബൌട്ട് ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസിനെ പറ്റി തന്നെയാണ് പറയാൻ പോകുന്നതെന്നുണ്ടെങ്കിലും എപ്പിസോഡിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ഗൈസ്, നമ്മുടെ വീഡിയോ കാണുന്നു ഓൾമോസ്റ്റ് ഒരു 96% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം അഗൈൻ. ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ആൻഡ് ഞാൻ ഇപ്രാവശ്യം പറയാൻ പോകുന്നത് ബിഗ് ബോസിനെ പറ്റി തന്നെയാണ്. പക്ഷെ ബിഗ് ബോസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ചരിത്രവും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാനായിട്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പുസ്തകത്തിൽ നിന്നുമാണ് ആക്ച്വലി ഇതിൻ്റെ എല്ലാം ഉത്ഭവം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അതിൽ നിന്ന് പിന്നീട് ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോ വരുന്നു. ഒരുപാട് ഭാഷയിലുണ്ട്, ഒത്തിരി ഭാഷയിൽ റിലീസായതിനു ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഹിന്ദിയിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ മലയാളത്തിൽ തന്നെ വരുന്നത്. നമുക്ക് മലയാളത്തിൽ ആകെ 6 സീസൺസേ ആയിട്ടുള്ളൂ. ഇപ്പോൾ മറ്റ് ഭാഷകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സീസൺസ് കഴിഞ്ഞു. സോ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബിഗ് ബോസ് ഷോയും അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ഓറയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഴയ ചരിത്രം തന്നെ എടുത്തു നോക്കാം. പഴയ ചരിത്രത്തിലാണെന്നുണ്ടെങ്കിലും പണ്ട് ഈ രാജഭരണവും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഉണ്ടായിരുന്നൊരു വിചിത്രമായ ആചാരമാണെന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് രണ്ട് മേ ബി ബെസ്റ്റ് വാരിയേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്ത് മരിക്കുന്നത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരിക്കാറുണ്ട് അല്ലേ. അതിൽ രാജാവും വരാറുണ്ട്, ജയിക്കുന്ന ആൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് എന്ത് പറയുക, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് അന്ന് കുറേ ആൾക്കാരാണ് കാണാനിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ടി വിയിലൂടെയാണ് കാണുന്നത്. നേരിട്ട് കാണുന്നതിന് പകരം ടി വിയിലൂടെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കാണുന്നു. അവർ തമ്മിലുണ്ടാവുന്ന അടി, ഇടി, വെടി, കുത്ത്, ഈ സംഭവങ്ങളൊക്കെ കാണാനാണ് നമ്മൾ ബിഗ് ബോസ് ഷോ കാണുന്നത് തന്നെ. അല്ലാതെ പേഴ്സണലി സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോയോ അല്ലെങ്കിൽ ബിഗ് ബ്രദർ ഷോ കൊണ്ടോ സമൂഹത്തിന് എന്താണ് പ്രത്യേകിച്ച് വലിയൊരു ഗുണം അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് വലിയൊരു മാറ്റം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടാകുന്നില്ല. ഈ പറയുന്ന ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആർഗ്യുമെന്റ്സും അടിയും ഗെയിമിൽ എടുക്കുന്ന സംഭവങ്ങളും ഗെയിമിൽ ഉണ്ടാവുന്ന സംഭവങ്ങളും ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പും ഫേക്ക് റിലേഷൻഷിപ്പും അതിനുണ്ടാവുന്ന സംഭവങ്ങളും സെക്ഷൽ ആക്ടിവിറ്റീസും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണാൻ വ്യഗ്രതയുള്ള ഒരു ആക്രാന്തമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഞാൻ അടക്കമുള്ളവരെയാണ് പറയുന്നത്. ആൻഡ് അത് തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബ്രദർ ആയാലും ബിഗ് ബോസ് ആയാലും അതിലേക്ക് ഓഡിയൻസിനെ പുള്ള് ചെയ്യുന്ന ഒരു വലിയ ഘടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ബിഗ് ബോസ് ഷോ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് അവർ 100 ദിവസം എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ എടുത്തു വെക്കുന്ന ഒരു പോയിന്റ്, ഇറ്റ്സ് എ റിയാലിറ്റി ഷോ. റിയാലിറ്റി ആണോ എന്നാൽ അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയൊക്കെ ദിവസം നമ്മളൊരു റൂമിൽ പൂട്ടിയിട്ട് നമ്മളെ ആരും കാണുന്നില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ജെന്യുവിനായിട്ട് നമ്മൾ ഭയങ്കര റിയൽ ആയിട്ടിരിക്കും. എന്നാൽ 100 ദിവസം, വെറും 100 ദിവസമാണ് കേട്ടോ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമാണ്. ആ 100 ദിവസം നമ്മുടെ ചുറ്റും ഇത്രയും ക്യാമറകൾ ഉണ്ടെന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പുറത്ത് നല്ല എവിഡൻ്റ് ആയിട്ട് നല്ല വെടിപ്പായിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ആ രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ക്രിയേറ്റീവ്സിന് ആഗ്രഹമുള്ള രീതിയിൽ പുറത്തെത്തിക്കും എന്നുള്ള നല്ല ധാരണയുള്ള 100 പേർ ക്യാമറയുടെ മുമ്പിൽ 100 ദിവസം പെർഫോം ചെയ്യുന്നതല്ലേ ഈ ബിഗ് ബോസ് ഷോ അല്ലേ. അതിൽ എന്ത് റിയാലിറ്റിയാണുള്ളത്? അതിലൊരു തേങ്ങ റിയാലിറ്റി ആയിട്ടില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും എഡിറ്റിങ്ങിൽ സ്ക്രിപ്റ്റഡ് ആക്കാൻ പറ്റുന്ന ഒരു റിയാലിറ്റി ഷോ മാത്രമാണ് ബിഗ് ബോസ്. എന്നാൽ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാര്യം പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ ചിലപ്പോൾ നമുക്ക് മുൻപേ അറിയത്തൊന്നുമില്ല. ഒരുപാട് അറിയാവുന്ന ആൾക്കാരെ ഒന്നും പൊതുവേ ഈ ഷോയിൽ കൊണ്ടുവരാനും പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം.
അങ്ങനെയുള്ളവരാരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇമേജിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പൊതുവെ ആരും ശ്രമിക്കാറില്ല. പൊതുവെ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ക്ലാരിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണ്, സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരാണ് എന്ന് നമ്മളെ പറ്റിപ്പിക്കുന്ന ഒരു ഷോ ആണ് ഇത്. കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 100 ദിവസം ഈ ഷോ കാണുന്ന ഒരാൾക്ക് ചിലർ അവരുടെ വില്ലനാവാം, ചിലർ അവർക്ക് നായകനായിട്ട് തോന്നാം, ചിലരെ അവർക്ക് നായികയായിട്ട് തോന്നാം, ചിലർ അവരെ എന്താ പറയുക ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ ചിലർക്ക് തോന്നിയെന്ന് വരാം. കാരണം 100 ദിവസം നമ്മളും ഇതിൽ കാണുകയാണ്, നമ്മളും ആ ഒരു ഇമോഷണൽ ഒരു ജേണിയിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതൊക്കെ ഈ ഷോയുടെ ഒരു വലിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സക്സസ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എ ഫേക്ക് ഷോ. അതുകൊണ്ട് ഈ ഷോ കാണാൻ പാടില്ല എന്നോ, അതുകൊണ്ട് ഈ ഷോ ചെയ്യാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഈ ഷോ ഒന്നും ഒട്ടും നല്ലതല്ലെന്നൊന്നുമല്ല. നമ്മളൊക്കെ നമുക്ക് ഈ നമ്മുടെ സിബിൻ്റെയും അല്ലെങ്കിൽ മുമ്പ് ഉള്ളൊരു ഡയലോഗ് തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ. സിനിമ കാണാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു തവണ ഞാനൊരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസിനോടാണ് ഇഷ്ടം കൂടുതൽ. അതായത് ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥ പറയുന്ന സംഭവങ്ങൾ എടുത്ത് കാണാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ആ സിനിമകൾ മാത്രം കാണാനായിട്ട് തിയേറ്ററിൽ പോകും? ഭയങ്കര കുറവല്ലേ. പകരം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും കാണാൻ പോവുക. അതേ സമയത്ത് നമ്മൾ വീട്ടിൽ നമ്മുടെ ഏറ്റവും ഒരു പണിയും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രഷർ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ മറ്റുള്ളവരുടെ ഒരു കുൽസിത പ്രവർത്തനങ്ങൾ ഒക്കെ കാണാനും, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള കുറച്ച് അടിയും ആർഗ്യുമെൻസും ഒക്കെ കാണാനും സാധിക്കുമെങ്കിൽ നമ്മൾ കാണില്ലേ? ഇല്ല എന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ ഇതിനൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലും ആവട്ടെ, അതൊരു വലിയ സത്യമാണ്. നമുക്ക് ഒരാൾ മോട്ടിവേഷൻ പറയുന്നതിനേക്കാളും 2 പേര് തമ്മിൽ ആർഗ്യൂ ചെയ്യുന്നതോ ഫൈറ്റ് ചെയ്യുന്നതോ കാണാനുള്ളൊരു വ്യഗ്രത ഭയങ്കര കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയാം. കോവിഡ് വന്ന സമയത്ത് ഒരു യൂട്യൂബർ, ഞാൻ ആ യൂട്യൂബറിൻ്റെ കണ്ടൻസ് റോങ് ആണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് തെറ്റാണെന്നോ ഒന്നുമല്ല, പക്ഷെ അതിൻ്റെ ഒരു ബേസ് ഐഡിയ ഞാൻ പറയുകയാണ്. അർജുൻ എന്താണ് ഇത്രമാത്രം ഹിറ്റായത് കോവിഡ് സമയത്ത്? അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിങ്ങിൽ അദ്ദേഹം നമ്മളെല്ലാവരും ആഗ്രഹിച്ച, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമോ റീലോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞിരുന്ന സാധനം പുള്ളി ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ചില വ്യക്തികളെ കുറിച്ചുള്ള അവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെയാണ് പുള്ളി ചൂണ്ടിക്കാണിച്ച് തന്നത്. ഇത് കേൾക്കാൻ നമുക്കൊരു ആഗ്രഹം കൂടുതൽ എന്നുമുണ്ട്. അത് തന്നെയാണ് ഈ ബിഗ് ബോസ് ഷോയെ ഡ്രൈവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഓഡിയൻസിനെ അതിലേക്ക് പുൾ ചെയ്യുന്നതുമായിട്ടുള്ള ഘടകം. ഇപ്രാവശ്യത്തെ ഷോ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നിങ്ങളൊക്കെ ഏത് സെൻസിലേക്ക് അതിനെ എടുക്കും എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ആ പ്യോർ സെൻസിൽ അങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സോറി ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് കാർഡ് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വാക്കിൻ്റെ പ്യോർ സെൻസ് എടുക്കരുത്. ഞാൻ ആദ്യം അത് കേൾപ്പിച്ചു തരാം. എനിക്ക് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കൃത്യമായിട്ട് വരുന്നില്ല എൻ്റെ നാക്കിൽ. വോയറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഭയങ്കര സിമ്പിളായിട്ട് അതിൻ്റെ അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പ്രാക്ടീസ് ഓഫ് ഗെയിനിങ് സെക്ഷൽ പ്ലഷർ ഫ്രം വാച്ചിങ് അതേഴ്സ് വെൻ ദേ ആർ നേക്കഡ് ഓർ എൻഗേജ്ഡ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റി. ഇതിനെ എനിക്കറിയാം, ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഭയങ്കര റോങ് ആയിട്ട് എടുക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഇതിന് ഞാൻ ആ പ്യോർ സെൻസിലല്ല എടുക്കുന്നത്. ഒരു സെക്ഷൽ ആക്ടിവിറ്റി എന്നുള്ള സാധനം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഇതിനെ ഇനി അങ്ങനെ ഒരു സംഭവമായിട്ട് കൺസിഡർ ചെയ്യരുത്. കാരണം നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മലയാളികൾക്കെല്ലാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്ട്രീം സെൻസിലേക്ക് അങ്ങ് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ പോയിന്റിലേക്ക് വരികയാണ്. അതായത് ഈ സീസൺ കംപ്ലീറ്റ് ആയിട്ടും ഏതെങ്കിലും 2 ആൾക്കാരുടെ അടി മാത്രമാണോ നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന 2 വ്യക്തികളുടെ, ഗബ്രിയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹോർമോണൽ ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. സോ അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ കാണാനുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു ആക്രാന്തം ഒക്കെ തന്നെയായിരുന്നു ഈ സീസണിലേക്ക് ആൾക്കാരെ കൂടുതലായിട്ട് പുള്ള് ചെയ്തതെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. ആൻഡ് അതിനുശേഷം ജാസ്മിൻ്റെതായിട്ടുള്ള ലൈഫിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പുള്ളിക്കാരുടെ എക്സ് ഓർ കറണ്ട് ബോയ് ഫ്രണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയണോ എനിക്കറിയില്ല, അവരുടെ കുറേ വീഡിയോസ് വരുന്നു, ഈ സംഭവങ്ങൾ വരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയായി പോയി ഈ പറയുന്ന സീസൺ മുഴുവനും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം.
അപ്പോൾ ഇത് കാണാൻ ആക്ച്വലി ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇപ്രാവശ്യത്തെ ഒരു മെയിൻ പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ റിലേഷൻ പേഴ്സണൽ ലൈഫും തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ ജിൻഡോയ്ക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്. യെസ്, ജിൻഡോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് മറ്റുള്ളവരിൽ നിന്ന് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ആളുടെ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷേ ഇതിൽ ജിൻഡോയ്ക്കുള്ള ഒരു ഫാൻ ബേസിൽ ഒരു ഫാൻ എന്ന് ഒരു ടൈപ്പ് ഓഫ് ഫാൻസ് എന്ന് പറയുന്നത് ജാസ്മിനോടും ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിലും ജാസ്മിൻ എടുത്തിട്ടുള്ള കുറേ ഡിസിഷൻസിലും ഉള്ള എതിർപ്പ് ഉള്ള ആൾക്കാർ നേരെ അപ്പുറത്തേക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവർ നേരെ ജിൻഡോവിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പോക്ക് ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നത് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് എന്നോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇതൊക്കെ അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തിനാണ് നീ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. ബേസിക്കലി ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ്. അത് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. പകരം ഞാൻ കണ്ടു കുറേ പേര് ഈ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ്സ് നടത്തുന്ന സംഭവങ്ങൾ, ഇൻ്റർവ്യൂ നടത്തുന്നത്. ആൻഡ് ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് ദിയ സന. I'm again saying, I'm sorry to say this, if you are a social activist or if you are anyone, ഒരു ഹ്യൂമൻ ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ വിക്ഡോവൽ സിംറ്റമാണ് ബാക്കി സംഭവങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ നമ്മുടെയൊക്കെ പൊസിഷൻ നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആരെന്ത് പറഞ്ഞാലും റിയാക്ട് ചെയ്യരുത് എന്നുള്ളതൊന്നും അല്ലാട്ടോ എൻ്റെ പോയിന്റ്. ഇപ്പോൾ ദിയാസനയ്ക്കെതിരെ സിബിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദിയാസന റിയാക്ട് ചെയ്യണം. പക്ഷേ എവറി ടൈം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. കൊടുക്കാത്തവർക്ക് ഒരിക്കലും കിട്ടത്തില്ല, അതൊരു വലിയ ഫാക്റ്റാണ്. ചിലപ്പോൾ നമ്മളെ കുറ്റം പറയാനായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും, പക്ഷേ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നിൽക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളും അതിനനുസരിച്ച് അവരെ പച്ചത്തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കാനായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് പീപ്പിൾ വിൽ റെസ്പെക്ട് യു. അത്രേ എനിക്ക് അതിൽ പറയാനായിട്ടുള്ളൂ. അപ്പം ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബിഗ് ബോസ് ഷോ കാണരുതെന്നോ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ഇതാണെന്നോ അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ബിസിനസ്സാണ്, ഒരു റിയാലിറ്റി ഷോ. അത് മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാവും. അതെല്ലാം നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫണ്ണായിട്ട് നമ്മുടെ ഒരു ഈവനിങ്സിനെയൊക്കെ ഒന്ന് കില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നതിൽ കൂടുതലായിട്ട് ഇതിനെ ഒരിക്കലും എടുക്കരുത്. എനിക്കറിയാം ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വലിയ ചർച്ചകളാവുന്നു, യൂട്യൂബിൽ ട്രെൻഡിങ് വിഷയമാവുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ പ്ലീസ് ഗൈസ്, ഡോണ്ട് അത്രയ്ക്കും പോവാതെ ജസ്റ്റ് എല്ലാത്തിനെയും ഒരു ചിൽ കുപ്പിച്ചില്ലായിട്ട് എടുത്തിട്ട് എല്ലാത്തിനെയും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിൽ മാത്രം എടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഇത് ഞാൻ പറയാനും ഇങ്ങനൊരു ടോപ്പിക്ക് ചെയ്യാനും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഫാൻ ഫൈറ്റ് ഭയങ്കര വൾഗറാണ്. വൾഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പീനിയൻസും റിവ്യൂസും പറയുന്നതൊന്നും തെറ്റല്ല, പക്ഷേ അതൊരുമാതിരി ഫാൻ ഫൈറ്റും ഒരാളുടെ ഒരു ഐഡൻറ്റിറ്റിയെ അങ്ങ് ഡീഗ്രേഡ് ചെയ്യുന്ന ലെവലിലേക്ക് പോകുന്നു. അതിൻ്റെ പുറകിൽ കുറേ സംഭവങ്ങൾ, ഇതൊക്കെ ഭയങ്കര ശോകമാണ്. അത് നമ്മളെയൊക്കെ എല്ലാവരെയും ഒരു നെഗറ്റീവ് ലൂപ്പിലേക്ക് തള്ളിവിടും. സോ അതിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹമുള്ളൂ. സോ ഗൈസ് പ്ലീസ്, ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കണം, നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അപ്പോൾ ഒന്ന് നമ്മുടെ ചാനൽ നിങ്ങളിതിപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിടുക, ഇനി യൂട്യൂബിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസവും കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ആൻഡപ്പൻ സൈനിങ് ഓഫ് ഫ്രം ആൻഡപ്പൻ ടോക്കീസ്. ലവ് യു ആൾ.